മാലിന്യങ്ങൾ നീക്കൂ കായലിനെ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി വൈക്കം സഹൃദയവേദിയുടെ നേതൃത്വത്തിൽ കായൽ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. പ്രവർത്തകർ വള്ളങ്ങളിൽ സഞ്ചരിച്ചാണ് കായലിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. മാലിന്യങ്ങൾ നീക്കൂ കായലിനെ രക്ഷിക്കൂ എന്ന സന്ദേശമുയർത്തിയാണ് വൈക്കം സഹൃദയവേദി കായൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 20ഓളം പ്രവർത്തകർ വള്ളങ്ങളിൽ സഞ്ചരിച്ചാണ് കായലിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശേഖരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കോരിയെടുക്കുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ കോരുവലകളും സുരക്ഷയ്ക്കായി ലൈഫ് ജാക്കറ്റുകളും ഉപയോഗിച്ചായിരുന്നു ശുചീകരണ പ്രവർത്തനം. ചടങ്ങിന്റെ ഉദ്ഘാടനം MLA കെ ബിനിമോൻ നിർവഹിച്ചു. വൈക്കം നഗരസഭയും സഹൃദയ എന്ന് പറയുന്ന ഒരു പൊതു കൂട്ടായ്മയുടെയും ഭാഗമായി വൈക്കം കായലിലെ സമീപ പ്രദേശത്ത് ഉള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. നഗരസഭയും സർക്കാർ സംവിധാനവും നിരവധി വേസ്റ്റ് ബിന്നുകളും മറ്റുമൊക്കെ നടപ്പാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും ഇടാതെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പാനീയങ്ങൾ ഉപയോഗിക്കുന്ന ബോട്ടിലുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് കാണുന്നത്. ഈ സഹൃദയ വേദി വൈക്കത്തെ വലിയൊരു കൂട്ടായ്മയാണ്. മാതൃകാപരമായി നമ്മുടെ ശുദ്ധജലം ലഭിക്കേണ്ട, സുഗമമായി നീരൊഴുക്ക് ഉണ്ടാവേണ്ട നമ്മുടെ വൈക്കം വേമ്പനാട്ട് കായലിൻ്റെ മലിനമാക്കിയിട്ടുള്ള അവസ്ഥ അവർ മനസ്സിലാക്കി അവർ ഈ കായലും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ശുദ്ധീകരിക്കുകയാണ്. ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നഗരസഭ ഹെൽത്ത് വിഭാഗം വഴി ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കും. ഇതിനോടനുബന്ധിച്ച് സഹൃദയവേദി രക്ഷാധികാരി P സോമൻപിള്ള രചിച്ചാലപിച്ച കായൽ സംരക്ഷണ ഗാനവും പുറത്തിറക്കി. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗദാമിനി അഭിലാഷ്, കൗൺസിലർ മാധുരി KN, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രതാപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.